ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ പണി തേപ്പ് ഏകദേശം കഴിയാനായിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വൈറ്റ് അടിക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. കൊലായിൽ അവർ സിമെൻറ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പറകോള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടിയേ ഉള്ളൂ കേട്ടോ ഇനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ക്ലീൻ ചെയ്യൽ കുറച്ച് കഴിഞ്ഞിട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡൈനിങ് ഹാളാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എംസാൻ്റാണ് അടിച്ചിട്ട് നീങ്ങാനും പണിയാണല്ലോ. അപ്പം ഞാനിനി റൂമിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് മാറാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടുകയാണ്. അതൊക്കെ തട്ടിയതിന് ശേഷം റൂം നന്നാക്കിയിട്ട് പിന്നെ ഞാൻ ഡൈനിങ് ഹാൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു റൂം ഈ പ്രാവശ്യം തേച്ചതല്ല കേട്ടോ, കുറേ മുമ്പ് ചെയ്തതാണ്. ഞങ്ങൾ വീട് കൂടിയ സമയത്ത് 5-6 കൊല്ലം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ കാർഡ്ബോർഡിൻ്റെ പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇവർ പുറത്താണ് തേക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബംഗാളികളെല്ലാം കൂടി സിമെൻറ്റൊക്കെ വാരി എറിഞ്ഞും കൊണ്ട് ഒന്നായിട്ട് നാശമായി കിടക്കുകയാണ് കേട്ടോ. കട്ടിലും അതേപോലെ നിലത്തും ഒക്കെ എല്ലാം ഒന്നേം തുടങ്ങേണ്ട ഒരു അവസ്ഥയിൽ അവരാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊന്നും മാറ്റി വെക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പം ഞാനിവിടെയുള്ള ഈ കാർഡ്ബോർഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചതൊക്കെ ഒന്ന്. അപ്പോൾ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യാൻ എൻ്റെ കൂടെ. അപ്പോൾ ഏതായാലും ലീവല്ലേ, മൂപ്പര് കൂടാന്ന് പറഞ്ഞിട്ടോ. പിന്നെ അധിക ദിവസം അങ്ങോട്ട് ലീവ് എടുത്താലും പറ്റൂല. എന്താ വെച്ചാൽ നമ്മൾ വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തിട്ടാണ് ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ തേപ്പ് അത്ര അങ്ങോട്ട് ഫിനിഷിങ് ആയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു പെണ്ണല്ലേ, ഞാനൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ എത്ര വെച്ചാൽ മനസ്സിലാവുകയും ചെയ്യുക. പിന്നെ അവർ അങ്ങനെ എനിക്കാണെങ്കിൽ മക്കളൊക്കെ എല്ലാം നോക്കാനും അത് ഓരോരോ കാര്യങ്ങളുണ്ടാവില്ലേ, ഏത് നേരം ഇപ്പോൾ അവരെ ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ വന്ന് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ അതുമായിരുന്നു. നമ്മൾ വേറെ 2-3 ആൾക്കാരെ കരാറാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൂലിയൊക്കെ പറഞ്ഞ പൈസക്ക് ഒരുപാട് കൂടുതലായിരുന്നു. മലയാളികളാകുമ്പോൾ പിന്നെ പറയണ്ട, 4 ദിവസം വന്നാൽ പിന്നെ 10 ദിവസം വരെ കാണുകയില്ല. അവർക്കാണെങ്കിൽ 3 മണിയാകുമ്പോൾ പോവുകയും വേണം. ബംഗാളികളാകുമ്പോൾ ചിലപ്പോൾ ഒരു 6 മണി വരെയൊക്കെ ചിലപ്പോൾ കരാറായതുകൊണ്ട് അവർ ആ ഒരു സമയം വരെ എടുക്കുകയും ചെയ്യും. പിന്നെന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ രാത്രി വരെ പണിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് അവർ ഫോണിൻ്റെ ടോർച്ചിലൊക്കെയാണ് തേപ്പ് നടത്തിയത്. അതുകൊണ്ട് രാവിലെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുഴയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ രാത്രി ഇങ്ങനെ നിന്നിട്ട് പണിയെടുക്കണ്ട, നമ്മൾ വെറുതെ ഇങ്ങനെ ഇത് തീർക്കാനുള്ളൊരു കടമ പോലെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ ഒരു വൃത്തിയില്ലാതെ ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പിറ്റേന്ന് അവർ മുതലാളി വന്ന ആളൊക്കെ മാറ്റി തന്ന് നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആദ്യം സ്വിച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അയച്ച് വെച്ചിട്ടല്ലേ തേക്കേണ്ടിയിരുന്നത്. എനിക്കാണെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. വന്ന് നോക്കുമ്പോൾ അവർ ആദ്യം ആ തേച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ തേച്ചിട്ട് ഒന്നായിട്ട് മുഴയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി അവരെ കൊണ്ട് കഴിപ്പിക്കേണ്ട, കഴിച്ചാൽ ചിലപ്പോൾ ഇതേപോലെ തിരിച്ച് എല്ലാ സാധനവും അതിൽ കയറിയെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതങ്ങനെ തന്നെ വെച്ച് പിന്നെ അവർ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. സ്വിച്ച് ബോർഡൊക്കെ മൊത്തം എംസാൻഡ് കയറി കിടക്കുകയാണ്. അവർ പറഞ്ഞത്, ഇലക്ട്രീഷ്യൻ പറഞ്ഞത് ഇത് കേടായിട്ടുണ്ട് എന്നാണ്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ അത് ഊരി റെഡിയാക്കിയാൽ പോവുമായിരിക്കും കേട്ടോ. എന്തായാലും 10 രൂപേൻ്റെ ഒരു മാറ്റം നോക്കിയാൽ നമ്മൾ 20 രൂപേൻ്റെ പണി ഇപ്പുറത്ത് ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ അലമാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിലേക്ക് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ്, പഴയ ഡ്രസ്സ്, അതൊക്കെ വേണ്ടാത്തൊക്കെ നോക്കിയിട്ട് അതൊക്കെ എടുത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് പ്ലാസ്റ്റിക്കൊക്കെ പിന്നെ കത്തിക്കാൻ പറ്റൂലല്ലോ, അതിന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വരും. അപ്പോൾ അത് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ബാക്കിയുള്ള തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരുപാട് പിന്നെ പുതിയപ്പോൾ എടുത്തിട്ട് കത്തിക്കുകയാണ് കേട്ടോ. ഈ ഒരു റൂമിലേക്കുള്ള കട്ടിലും മറ്റേ റൂമിലേക്ക് ഒരു അലമാരി ഞങ്ങൾ ലോൺ എടുത്തപ്പോൾ വാങ്ങിയിട്ടോ. അതിൻ്റെ കൂടെ മൂപ്പർക്ക് പിന്നെ ലോൺ ഒരു വീക്ക്നെസ്സാണ്, പറയണ്ട, അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പഠിച്ചോൻ സഹായിച്ചിട്ട് എല്ലാം കൃത്യമായിട്ട് അടച്ച് പോകാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. വീടിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നിലം കൂടി നന്നാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ നടക്കുകയായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വൈറ്റൊക്കെ അടിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. വീടൊക്കെ ഉണ്ടാക്കുന്നവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ വീടിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് മാത്രം കൂടിയാൽ മതി. ഇനിയിപ്പോൾ കുറച്ച് വൈകിയാലും വേണ്ടില്ല എന്നാണ്. കാരണം പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടല്ലാതെ ഒരു വഴി ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് റൂം അടുക്കളയിൽ നന്നാക്കി പെട്ടെന്ന് കൂടിയത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ എല്ലാ പണിയും നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാവർക്കും ഒന്നും തീർക്കാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അതിനുള്ള സാമ്പത്തികമൊക്കെ ഉള്ളവർക്കല്ലേ അതിന് കഴിയുള്ളൂ. അപ്പോൾ കുറേശ്ശായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ തീർക്കാമെന്ന് വെച്ചിട്ടു. അങ്ങനെ ഇപ്പോൾ ഒരു 5-6 കൊല്ലം കഴിഞ്ഞ്
എൻ്റെ ആദ്യത്തെ മൂത്ത മോൻ്റെ പ്രസവത്തിൻ്റെ സമയത്തായിരുന്നു കേട്ടോ ഈ വീടുണ്ടാക്കിയത്. അന്ന് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് വീടിൻ്റെ പണിയായിരുന്നു. അങ്ങനെ ഒരുപാട് റെസ്റ്റ് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദാ മൂന്നാമത്തെ എൻ്റെ മോൻ്റെ ഈ ഒരു സമയത്താണ് വീടിൻ്റെ ബാക്കി പണി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഒരു 3 മാസം തന്നെ ആയപ്പോഴാണ് തുടങ്ങിയത്. അന്ന് പിന്നെ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ചിലവൊക്കെ കൊടുക്കലായിരുന്നു കേട്ടോ. നമ്മളെ റൂമും പിന്നെ ഡൈനിങ് ഹാളും നന്നാക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കരാറാണ് ആക്കിയത്. ചെറിയ മക്കളൊക്കെ അല്ലേ, നമ്മുടെ അടുക്കളൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. എന്താ പറയുക, കരിമ്പും കാട്ടിൽ ആന കയറി മാതിരി എന്നൊക്കെ പറയലില്ല, അതേപോലെ ഉണ്ട് കേട്ടോ കാണാനിപ്പോൾ. ഗ്യാസിൻ്റെ അടുപ്പൊക്കെ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല, അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരു കണക്കിനായിട്ടുണ്ട്. സിങ്കൊക്കെ ഇതാക്കണ സിങ്കിലും ടേബിളിൻ്റെ അവസ്ഥ ഇതാ കണ്ടില്ലേ, ഒന്നും പറയാത്തതാണ് നല്ലത്. അപ്പോൾ സിങ്കിലും ഒക്കെ അത് വേസ്റ്റ് ബക്കറ്റ് എല്ലാം സിമെൻറ്റ് ഇവർ വാരി അങ്ങോട്ട് പുറത്താണ് തേച്ചത്. ഇവിടെയൊക്കെ ആദ്യം കിച്ചണൊക്കെ ആദ്യം തേച്ചതാണ്, പിന്നെ അവർ പുറത്ത് തേച്ചിട്ട് ഇങ്ങോട്ടേക്ക് തെറിച്ചതിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്തായാലും 2 ദിവസം കൊണ്ട് ഈ ഒരു തേപ്പിൻ്റെ പണി എന്തായാലും ഫിനിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് വൈറ്റ് അടിക്കലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റൂമൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കി കൊടുത്തത്. ഇവിടെ പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ വൈറ്റ് അടിച്ചതല്ലേ. ഇനി ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ പ്രൈമർ അടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ റൂമൊക്കെ തേച്ചതിനെ കൊണ്ട് പിന്നെ തേപ്പ് നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക. പക്ഷെ നിലം നന്നാക്കുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക. നിലം നന്നാക്കുമ്പോൾ എങ്ങോട്ടും വെക്കാൻ ഒഴിവില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ. അതാ പറഞ്ഞത്, വീട് കൂടുന്നതിൻ്റെ മുമ്പ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കയറുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെ ഷീറ്റ് വിരിച്ചതായിരുന്നു കേട്ടോ. ഇത് വിരിക്കുമ്പോൾ തന്നെ ഒരു പഴയ ഷീറ്റായിരുന്നു കേട്ടോ, പുതിയത് വാങ്ങി ഇട്ടതൊന്നുമല്ല. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ നന്നാക്കുകയാണെങ്കിൽ കിച്ചണിൻ്റെ റാക്കൊക്കെ നന്നാക്കണമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇനിയിപ്പോൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഒക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചെന്ന്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നു, അഥവാ നമുക്ക് നിലയിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു റാക്ക് ഉണ്ടല്ലോ അവിടേക്ക് പിന്നെ പൈപ്പിൻ്റെ അവിടേക്ക് പിന്നെ എന്തായാലും ഇവിടെ ഗ്രാനൈറ്റ് ആണല്ലോ, അതിന് ഒരു പൈസ ആവും. അപ്പോൾ അത് മാത്രം നമുക്ക് ചെയ്യാമെന്ന് പറയായിരുന്നു. ഈ ഒരു ഷീറ്റ് ഉണ്ട്, അത് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വൃത്തികേടായി നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവിടെ വിരിച്ചിട്ട് വീഡിയോ പിടിച്ച് എടുക്കലായിരുന്നു കേട്ടോ. ചെറിയ മോനാണെങ്കിൽ തീരെ വയ്യ കേട്ടോ, അവന് ജലദോഷം പനി അതേപോലെ കഫക്കെട്ടൊക്കെ ആണ്. മൂത്ത 2 ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ അവർ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉമ്മക്കൊക്കെ ചെയ്യല്ലോ. അങ്ങനെ ചെറിയ മോനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനെ പോയി കാണിച്ച് അതേപോലെ ആവിയൊക്കെ പിടിച്ച് ഒക്കെ വന്നതാണ് കേട്ടോ. സ്കൂളും നഴ്സറിയൊക്കെ ഉള്ള ദിവസം അതിനെക്കൊണ്ട് തന്നെ കുറേയൊക്കെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു പണിക്കോ പിന്നെ അവർ മൂത്ത മോനൊന്നും തീരെ സമ്മതിക്കുകയില്ല. അവനിങ്ങനെ ഓരോന്നിങ്ങനെ കച്ചറ കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ആൾ കുറച്ച് വികൃതിയുള്ള ആളാണ് കേട്ടോ. മോന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ മോനെ ഞാൻ തറവാട്ടിൽ വെച്ചിട്ട് ഉമ്മ ആണ് കേട്ടോ, ഉമ്മൻ്റെ അടുത്താണുള്ളത്. അവനിപ്പോൾ ഉറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് അതുകൊണ്ട് അധിക സമയം ഇങ്ങനെ നിൽക്കാനൊന്നും കഴിയില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി ഇങ്ങനെ നോക്കിയിട്ട് വന്നതായിരുന്നു കേട്ടോ. പിന്നെ ഈ എംസാൻ്റെ എന്ന് പറയുന്നത് എത്ര അടിച്ചാലും നമ്മൾ വിചാരിക്കും അത് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയിന്ന്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കാണാം എംസാൻ്റെ പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ പൊന്തി വരികയാണ്. നിലത്തു നിന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ അത് റേക്കൊക്കെ ഞാൻ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സൈഡും ഭാഗമൊക്കെ ഉണ്ട്. ഇനി ടേബിളൊക്കെ എല്ലാ ടേബിൾ മേലേക്കാണ്, ചെറിയ ടേബിളാണ് എന്നാലും വലിയ മേലേക്കാണ് വെച്ചത്. പിന്നെ നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക മാറാലൊക്കെ നിറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഉള്ളൊക്കെ തേച്ച് കഴിഞ്ഞ സമയത്ത് നനച്ചിട്ടുണ്ടായിരുന്നല്ലോ, നനച്ച സമയത്തായ വെള്ളമൊക്കെ പിന്നെ വന്ന് അടഞ്ഞു കൂടി കിടക്കുന്നത് ഈ ഒരു അടുക്കള സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരുപാട് ചളിയായിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അതൊക്കെ നന്നാക്കി എടുക്കാനുണ്ട്. ഈ ഒരു അടുക്കള ഭാഗത്ത് ബേക്കിൽ ഗ്രില്ലായതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഒരു വലിയൊരു അടുക്കളയിൽ ഒരു വലിയൊരു ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു വെള്ളം പോകുന്നത് കേട്ടോ. അപ്പോൾ തേപ്പുകാരത് അടച്ച്, അപ്പോൾ പിന്നെ വെള്ളം പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വറ്റിയിട്ടുണ്ട്, എന്നാലും ചളിയായി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഷോപ്പിൽ നിന്ന് ഒഴിവാക്കി അവരെ റാക്ക് പോലെ സംഭവം ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ വെക്കാൻ. അതിൻ്റെ ഒരു ഗ്ലാസ്സാണ് കേട്ടോ, 2-3 ഗ്ലാസ് ഉണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. അക്വേറിയം ഉണ്ടാക്കാനൊക്കെയാണ് പറ്റുകയെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണിത്. അടിച്ച് വാരി വെച്ച മണൽ പിന്നെ ചാക്കിലാക്കി അങ്ങനെ വെച്ചതായിരുന്നു. അതങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാനും അതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കത്തിക്കാനും ഒക്കെ ഹസ്ബൻഡ് സഹായിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതിനോട് തന്നെ കുറേയൊക്കെ ഒരു സമാധാനമുണ്ട്. മൂപ്പര് ഷോപ്പ് പോകാത്തതിനെ കൊണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു.
നമ്മളെ വീട്ടമ്മമാർക്ക് ഒരിക്കലും തീരാത്ത പണികളാണ് ഉണ്ടാകുക. അവർ ചിലപ്പോൾ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ലീവ് എടുക്കുകയായിരിക്കും. അപ്പോഴേക്കും നമുക്ക് ഓരോരോ പണികളൊക്കെ അധികമായിട്ട് ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. അപ്പം എന്നാലും വേണ്ടില്ല, നമ്മൾ ഓരോ കാര്യത്തിൽ അവർ നമ്മളെ സഹായിച്ചൊക്കെ തരുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ. എന്നോട് പറയാണ്, ഇപ്പോൾ എനിക്കിപ്പോൾ ക്ലീൻ ആക്കുന്നത് തന്നെ ഇപ്പോൾ 1 മണിക്കൂർ ആൾ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ പിടിച്ചു തരുന്നത് മൂപ്പരാണ് കേട്ടോ. മൂപ്പര് ഓരോരോ തമാശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് എന്താണ് നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് നടക്കുകയും ചെയ്യും, ക്ഷീണം അറിയേയില്ല. പിന്നെ മഴ വന്നിട്ട് എംസാൻ്റെ ഒക്കെ കുറേ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം തേപ്പൊക്കെ കഴിയാനായല്ലോ. എംസാൻ്റെ കുറേ ബാക്കിയുണ്ട് കേട്ടോ. ഒരു 80 പൂട്ടിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടി വാരി ഇട്ടു. പിന്നെ എനിക്ക് അധികം അങ്ങോട്ട് പൊന്തിക്കാനൊന്നും കഴിയുന്നില്ല, കാരണം പ്രഷൊക്കെ കഴിഞ്ഞതല്ല, അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാമെന്ന് വിചാരിക്കുക. കുറച്ചൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കിയൊക്കെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടത്. പിന്നെ കുറച്ച് മോനും സഹായിച്ച്. പിന്നെ വെയിറ്റും നല്ലോണം കൂടിയിട്ടുണ്ടല്ലോ ഞാൻ, അതുകൊണ്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. എന്തൊക്കെയായാലും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാണാനും കഴിയില്ലല്ലോ. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരാളെ വിളിച്ച് അകം മൊത്തം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വിചാരിച്ചപ്പോൾ നമ്മളേതായാലും പിന്നെ കുറേശ്ശെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഒരാളെയും കൂടി വിളിച്ച് ഓൽക്കും അതിൻ്റെതായ കൂലിയും കാര്യങ്ങളൊക്കെ. ഒരു ദിവസം ഒരാൾക്കുള്ള കൂലി 1000 രൂപ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറേശ്ശെ ചെയ്ത് തീർക്കാന്നുള്ള രീതിയിലാക്കിയിട്ടോ. ഇപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ പിന്നെ മുകളിൽ മൊത്തം എംസാൻഡ് ആയിട്ട് ഇനി അത് ഒരച്ച് കഴുകാനുണ്ട് കേട്ടോ. ഇത് കുറച്ച് ചിരട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്നാലും ഉമ്മ പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഉമ്മ കുറച്ച് വിറകൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് തീ കൂട്ടാൻ വേണ്ടിയിട്ട് അതിലുള്ള കുറച്ച് ചിരട്ടകളാണ് കേട്ടോ. അതൊക്കെ ഞാനൊരു ചാക്കിലേക്ക്, ഇത് കണ്ടോ, തേങ്ങ പൊങ്ങില്ലേ, തേങ്ങ മുളച്ച് വന്നതാണ്, പൊങ്ങുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അത് ഒരുപാട് കാട്ടുണ്ട് കേട്ടോ. നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല, 2 ദിവസം കഴിയുമ്പോൾ മക്കളോട് വന്ന് ഓരോന്ന് തിന്നുകയും അവയൊക്കെ ചെയ്തിട്ടൊക്കെ നിറച്ചിടും. എന്നാലും വേണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.